വനിതാ സംവരണ ബില്ലിനെ ചൊല്ലി കേന്ദ്ര സർക്കാരും പ്രതിപക്ഷവും തമ്മിൽ ഭിന്നത നിലനിൽക്കെ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തിൽ വ്യാഴാഴ്ച മുതൽ 3 ദിവസം പാർലമെന്റിൽ ഹാജരാകണമെന്ന് നിർദ്ദേശിച്ച് ബി.ജെ.പി. എംപിമാർക്ക് വിപ്പ് നൽകി. ലോക്സഭയിലെയും രാജ്യസഭയിലെയും എംപിമാർ എല്ലാവരും നിർബന്ധമായും 16 മുതൽ 18 വരെ പാർലമെന്റിൽ ഉണ്ടാകണം എന്ന് ബി.ജെ.പി. നേതൃത്വം നിർദ്ദേശിച്ചു. ബില്ലിൽ നിർണായകമായ ഭേദഗതികൾ വരുത്തിക്കൊണ്ട് സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കാനുള്ള നീക്കത്തിലാണ് നരേന്ദ്രമോദി സർക്കാർ. എന്നാൽ മണ്ഡല പുനർനിർണയം അടക്കമുള്ള വിഷയങ്ങളിൽ വ്യക്തത വരുത്താതെ മുന്നോട്ടു പോകുന്നത് രാഷ്ട്രീയ ലാഭത്തിനാണെന്നാരോപിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ രംഗത്തെത്തിയതോടെ വിഷയം വരും ദിവസങ്ങളിൽ സഭയിൽ കനത്ത വാഗ്വാദങ്ങൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പായി. വനിതാ സംവരണ ബില്ല് വ്യാഴാഴ്ച തുടങ്ങുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ പാസാക്കണം എന്ന പ്രധാനമന്ത്രിയുടെ നിർദ്ദേശത്തെ എതിർത്ത് ഖാർഗെ രംഗത്ത് വന്നു. മണ്ഡല പുനർനിർണയത്തെക്കുറിച്ച് ആദ്യം സർവകക്ഷി യോഗം വിളിച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് ഖാർഗെ കത്തു നൽകി. വനിതാ സംവരണ ബില്ലിൽ പിന്തുണ തേടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ എല്ലാ കക്ഷി നേതാക്കൾക്കും കത്ത് നൽകിയിരുന്നു. വനിതാ സംവരണം നടപ്പിലാക്കാനുള്ള ഉചിതമായ സമയമാണിതെന്നും ഇക്കാര്യത്തിൽ ഒന്നിച്ച് മുന്നോട്ടു പോകാമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നു. കക്ഷി നേതാക്കളുമായി ഇക്കാര്യത്തിൽ സർക്കാർ ചർച്ച നടത്തിയതായും പ്രധാനമന്ത്രി കത്തിൽ പറഞ്ഞിരുന്നു. എന്നാൽ കൂടിയാലോചന നടന്നിട്ടില്ലെന്ന് പ്രധാനമന്ത്രിക്ക് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ നൽകിയ കത്തിൽ ചൂണ്ടിക്കാണിച്ചു. മണ്ഡല പുനർനിർണയം എങ്ങനെ എന്ന് ഇതുവരെ പ്രതിപക്ഷത്തെ അറിയിച്ചിട്ടില്ല. 543 നിന്ന് 816 ആക്കി ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കൂട്ടാനുള്ള ഭേദഗതി സർക്കാർ കൊണ്ടുവരും എന്നാണ് സൂചന. ഇതിനൊപ്പം 2029 മുതൽ ലോക്സഭയിലും നിയമസഭകളിലും സംവരണം നടപ്പിലാക്കാനുള്ള പ്രത്യേക ബില്ലും ഉണ്ടാകും. സീറ്റുകളുടെ എണ്ണം, മണ്ഡല പുനർനിർണയം എന്നിവ സർവകക്ഷി യോഗം വിളിച്ച് ബംഗാളിലെ വോട്ടെടുപ്പിന് ശേഷം ചർച്ച ചെയ്യണമെന്ന് ഖാർഗെ നിർദ്ദേശിച്ചു. ഇതിനുശേഷം പാർലമെന്റ് ചേർന്നാൽ മതിയെന്നാണ് കോൺഗ്രസ് നിലപാട്. ബുധനാഴ്ച പ്രതിപക്ഷ പാർട്ടി നേതാക്കളുടെ യോഗം ഖാർഗെയുടെ അധ്യക്ഷതയിൽ ഡൽഹിയിൽ ചേരും. രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയാണ് ഇപ്പോൾ ഇത് ചർച്ചയാക്കുന്നത് എന്ന വിമർശനവും ഖാർഗെ കത്തിൽ ഉന്നയിച്ചു. ഒന്നുകിൽ നിലവിലെ സീറ്റുകൾ കൂട്ടാതെ സംവരണം നടപ്പിലാക്കണം എന്നാണ് ചില കക്ഷികളുടെ നിർദ്ദേശം. ഇല്ലെങ്കിൽ സെൻസസ് കണക്ക് വ്യക്തമായി വന്ന ശേഷം മണ്ഡലങ്ങളുടെ എണ്ണം തീരുമാനിക്കണമെന്നും പ്രതിപക്ഷം പറയുന്നു. അതേസമയം നീക്കത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന സൂചനയാണ് ബി.ജെ.പി. നൽകുന്നത്. ഭേദഗതികളും സീറ്റ് വർധനയും ലോക്സഭയിലും നിയമസഭകളിലും 33% വനിതാ സംവരണം നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര മന്ത്രിസഭ ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകിയത്. നിലവിലെ 543 ലോക്സഭാ സീറ്റുകൾ 816 ഉയർത്താനാണ് നീക്കം. അതായത് സീറ്റുകളുടെ എണ്ണത്തിൽ 50% വർധനവ് വരുത്തും. അധികമായി വരുന്ന 273 സീറ്റുകൾ പൂർണ്ണമായും വനിതകൾക്കായി സംവരണം ചെയ്യുന്ന രീതിയിലാണ് കരട് തയ്യാറാക്കിയിരിക്കുന്നത്. 2011 സെൻസസ് അടിസ്ഥാനമാക്കി മണ്ഡല പുനർനിർണയം നടത്തി 2029 പൊതു തെരഞ്ഞെടുപ്പ് മുതൽ സംവരണം പ്രാബല്യത്തിൽ വരുത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിനായി ഡീലിമിറ്റേഷൻ ബില്ലിനും മന്ത്രിസഭ അംഗീകാരം നൽകിക്കഴിഞ്ഞു.